ഭീകരവാദത്തെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ഏത് നിലപാട് സ്വീകരിച്ചാലും പിന്തുണയ്ക്കുമെന്ന് STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള. ഭീകരവാദത്തിന് മതത്തിന്റെയും ദേശത്തിന്റെയും വർണ്ണത്തിന്റെയും നിറം ചാർത്തേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലാളിദ്രോഹ നടപടികളിൽ നിന്ന് ഭരണകൂടങ്ങൾ പിന്മാറണമെന്നും STUവിന്റെ മെയ് ദിന റാലിയിൽ ഭീകരവിരുദ്ധ പ്രതിജ്ഞയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റഹ്മത്തുള്ള പറഞ്ഞു. ജമ്മു കാശ്മീരിൽ കുഴപ്പങ്ങളുണ്ടാക്കുകയും ജമ്മു കാശ്മീരിന്റെ പാകിസ്ഥാന്റെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ അവിടെ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ പഹൽഗാമിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് അത്യന്തം വേദനാജനകമായിരുന്നു. ഇന്ത്യയിലെ കോടാനുകോടി മനുഷ്യരെ വല്ലാതെ വേദനിപ്പിക്കുകയും ഇതിന് പകരം വീട്ടണമെന്ന് ഇന്ത്യ സർക്കാരിനോട് രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെട്ടതുമാണ് പഹൽഗാമിന്റെ സംഭവവികാസങ്ങൾ. ഞാൻ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ എല്ലാ ഭീകരതകളോടും വിയോജിക്കുന്നു. മനുഷ്യനെ വെറുക്കുകയും നിരപരാധികളെ കൊല്ലുകയും ചെയ്യുന്ന എല്ലാ പ്രത്യാശാസ്ത്രങ്ങളെയും തള്ളിക്കളയുന്നു. രാജ്യത്തിന്റെ പൊതുവികാരത്തെ ശിഥിലമാക്കുന്ന ഏത് പ്രവൃത്തിയും എതിർക്കപ്പെടേണ്ടതാണ്. പഹൽഗാം രാജ്യത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുകയും നടുക്കുകയും ചെയ്തതാണ്. തിരിച്ചടിക്കണം എന്ന് തന്നെയാണ് തൊഴിലാളി വർഗ താൽപര്യം. ആഭ്യന്തര തീവ്രവാദവും വിദേശ തീവ്രവാദവും ഒരുപോലെ എതിർക്കപ്പെടണം. തൊഴിലാളികളുടെ വിനോദ വിശ്രമ സമയം കവർന്നെടുക്കുന്ന തൊഴിലിടങ്ങളെ നിയമ നടപടിക്ക് വിധേയമാക്കണം. തൊഴിലാളി സുരക്ഷയെ മുൻനിർത്തിയുള്ള നിയമങ്ങളിൽ വെള്ളം ചേർക്കരുതെന്നും റഹ്മത്തുള്ള ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത് അധ്യക്ഷത വഹിച്ചു. STU ഭാരവാഹികളായ MM ഹമീദ്, കല്ലടി ബക്കർ, KTA ജബാർ, MA മുസ്തഫ, PP മുഹമ്മദ് കാസിം, മുസ്തഫ പൂളക്കാട്, SM നാസർ, മറ്റംഗങ്ങൾ എന്നിവർ സംസാരിച്ചു.